ജനനായകൻ സിനിമയ്ക്കും വിജയ്ക്കും സപ്പോർട്ട് അറിയിച്ച് രാഹുൽ ഗാന്ധി അദ്ദേഹമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ പേജിലാണെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോദിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റായിരുന്നു അത് ഇട്ടിരുന്നത്. അതേപോലെ തന്നെ ജനനായകനെ സപ്പോർട്ട് ചെയ്തുള്ള ഒരു പോസ്റ്റും കൂടെ ആയിരുന്നു ആ ഇട്ടിരുന്നത്. അദ്ദേഹം ആ പോസ്റ്റിൽ കുറിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ഒരു വിജയ് സിനിമ ജനനായകനെ ഇങ്ങനെ നിങ്ങൾ ക്രൂശിക്കുന്നത് എന്നുള്ള രീതിക്ക് BJPയോട് ചോദിക്കുന്ന ഒരു തരത്തിലാണ് അദ്ദേഹം ആണെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടത്. എന്നിട്ട് അദ്ദേഹം ലാസ്റ്റ് കുറിച്ചിരുന്നത്, മിസ്റ്റർ മോദി നിങ്ങളാണെങ്കിൽ തമിഴ് ജനതയോട് മറുപടി പറയേണ്ടി വരും ഇതിനു വേണ്ടി എന്നുള്ളൊരു കാര്യം കൂടെ പുള്ളി കുറിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആദ്യമായിട്ടല്ല രാഹുൽ ഗാന്ധി ആണെങ്കിൽ വിജയെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന് മുമ്പാണെങ്കിലും മെർസൽ സിനിമയുടെ ഇഷ്യൂവിനെ സംബന്ധിച്ചും ഇതുപോലെ BJPയുടെ ഇഷ്യൂസ് നടന്നപ്പം രാഹുൽ ഗാന്ധി നല്ല രീതിക്കുള്ളൊരു പിന്തുണയാണെങ്കിൽ ദളപതി വിജയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ജനനായകൻ ഇഷ്യൂവിലാണെങ്കിൽ നമുക്ക് നല്ലൊരു മെർസൽ പോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും മാറി ജനനായകൻ സിനിമ നല്ല രീതിക്ക് തന്നെ പുറത്ത് വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഈ ഒരു സംഭവം നടന്നേ പറ്റത്തുള്ളൂ. ഒരു മനുഷ്യൻ്റെ ലാസ്റ്റ് സിനിമയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നെന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരു വിഷമമുണ്ടാക്കിയ കാര്യം തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സപ്പോർട്ടല്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു പവർ ആണെങ്കിലും ആ ഒരു റേഞ്ച് ആണെന്ന് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനും കൂടെ ഈ ഒരു ഇതിൽ ഇടപെടുമ്പോൾ ഉറപ്പായിട്ടും ഇതിനൊരു തീരുമാനമാകും. പിന്നെ ഈ ഒരു സെൻസർഷിപ്പിനെ സംബന്ധിച്ചാണെങ്കിലുള്ള കേസുകളാണെങ്കിൽ നീണ്ടു പോവുകയാണ്. ഹിയറിംഗ് ആണെങ്കിൽ തിങ്കളാഴ്ച ആയിരിക്കും നടക്കുന്നതെന്നാണ് ഇപ്പോൾ വീണ്ടും പറയുന്നത്. ഇങ്ങനെ നീട്ടി കൊണ്ടുപോകും തോറും ഇതിൻ്റെ റിലീസ് നീണ്ടു പോവുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരാധകരൊക്കെ വളരെയധികം കാത്തിരിക്കുന്നൊരു ചിത്രമാണ്. ആരാധകർക്ക് പുറമേ ആണെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാവരും വെയിറ്റിംഗ് ആണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി. കാരണം ഇദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് സിനിമയാണെന്നുള്ള ഒരു ഇതിലാണ്. കാരണം ഇനി അദ്ദേഹത്തിൻ്റെ സ്ക്രീനിൽ നമുക്കൊരു പൊളിറ്റീഷ്യനായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. അതിന് മുമ്പ് ലാസ്റ്റ് കാണാൻ പറ്റുന്നൊരു പടമാണിത്. അപ്പോൾ അങ്ങനെ കാണാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. എന്തായാലും ഈ ഒരു കാര്യങ്ങളിൽ തന്നെ അദ്ദേഹത്തിന് ഇത്രത്തോളം എതിർപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാം വിജയ് എന്നൊരു രാഷ്ട്രീയക്കാരനെ എത്രത്തോളം ഈ മറ്റ് പാർട്ടിക്കാരൊക്കെ ഭയക്കുന്നു എന്നുള്ള കാര്യത്തിൽ. എന്തായാലും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു പാത തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ പാതയിൽ ആര് കുറുക്ക് വന്നാലും പുള്ളി അതെല്ലാം അടിച്ച് തകർത്തിട്ട് പുള്ളി ഫ്രണ്ടിലോട്ട് പൊക്കൊണ്ട് തന്നെ ഇരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല. ഇപ്പം കരൂർ ഇഷ്യൂവിൻ്റെ ആണെങ്കിൽ ഇങ്ങനെ ചോദ്യം ചെയ്തതിനൊക്കെ പുള്ളി CBIയുടെ അടുത്ത് വ്യക്തമായിട്ടുള്ള പുള്ളിക്ക് പറയേണ്ട പോയിന്റ് ഇട്ടാണ് ഒരു കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു നല്ലൊരു തീരുമാനമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ ഇഷ്യൂസിലൊക്കെ നിങ്ങൾക്ക് എന്താണെന്ന് തോന്നിയെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.